നമസ്കാരം, മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇറാന്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളഞ്ഞതോടെ നയതന്ത്ര ചർച്ചകൾ വഴിമുട്ടി. യുദ്ധം പുനരാരംഭിക്കാൻ സാധ്യതയെന്ന് ഇറാൻ സൈന്യത്തിന്റെ മുന്നറിയിപ്പ്. അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുമെന്നും ഇറാൻ സൈനിക വക്താവ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അയവ് വന്നതോടെ UAE വ്യോമപാത പൂർണ്ണമായും തുറന്നു. നിയന്ത്രണങ്ങൾ പൂർണ്ണമായും നീക്കി. സുരക്ഷാ നിരീക്ഷണം തുടരുമെന്ന് ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി. ഇന്ത്യൻ വിമാന കമ്പനികളുടെ സർവീസുകൾ പുനരാരംഭിച്ചേക്കും. വിമാനയാത്രാ നിരക്കിന് കുറവുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ പ്രവാസികൾ. ഇന്ധനവില കൂടിയതോടെ രാജ്യാന്തര സർവീസുകൾ വെട്ടിക്കുറയ്ക്കാൻ എയർ ഇന്ത്യ. കേരളം ആര് ഭരിക്കുമെന്ന് മറ്റന്നാൾ അറിയാം. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. 4-ാം തീയതി കോഴിക്കോട് ജില്ലയിൽ നിരോധനാജ്ഞ. പേരാമ്പ്ര കൊയിലാണ്ടി സ്ട്രോങ് റൂമുകൾ തുറന്ന സംഭവത്തിൽ ചട്ടലംഘനമില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. കനത്ത സുരക്ഷയിൽ ബംഗാളിലെ കൗണ്ടിംഗ് സ്റ്റേഷനുകൾ. വോട്ടെണ്ണൽ മേൽനോട്ടത്തിന് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത് ചോദ്യം ചെയ്ത മമതാ ബാനർജി സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി. ഫലം കാത്ത് തമിഴ്നാടും പുതുച്ചേരിയും അസമും. വാണിജ്യ സിലിണ്ടറുകളുടെ വില വർധനയിൽ ഹോട്ടലുകളുടെ നടത്തിപ്പ് പ്രതിസന്ധിയിൽ. കേന്ദ്രം ഇടപെട്ട് വില കുറയ്ക്കണമെന്ന സംഘടനകൾ. ബുധനാഴ്ച കടയടച്ച് പ്രതിഷേധം. പശ്ചിമേഷ്യൻ സംഘർഷത്താൽ വില വർധനവ് ഒഴിവാക്കാനാകാത്ത സാഹചര്യമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. 2020 വനിതാ ലോകകപ്പിനുള്ള 15-അംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് കൗർ നയിക്കും. അമൻജോത് കൗർ പുറത്ത്. ഭാരതി ഫുൾമാലി ടീമിൽ. റിച്ചയും മെസ്സിയും വിക്കറ്റ് കീപ്പർമാർ. ഇംഗ്ലണ്ടിൽ നടക്കുന്ന മത്സരങ്ങൾ ജൂൺ 12 മുതൽ 14-ന് പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ ആദ്യ മത്സരം. പശ്ചിമേഷ്യയിൽ സമാധാനം അകലെ. ഇറാന്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതോടെ നയതന്ത്ര ചർച്ചകൾ വഴിമുട്ടി. യുദ്ധം പുനരാരംഭിക്കാൻ സാധ്യതയെന്ന് ഇറാൻ സൈന്യത്തിന്റെ മുന്നറിയിപ്പ്. അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ഇറാൻ സൈനിക വക്താവ് അറിയിച്ചു. അതിനിടെ യൂറോപ്യൻ യൂണിയന് മേൽ അധിക തീരുവ ചുമത്തുവാനുള്ള നീക്കവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ നടത്തുന്ന യുദ്ധം ഏതു നിമിഷവും പുനരാരംഭിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുമെന്നും ഏത് സാഹചര്യവും നേരിടാൻ ഇറാൻ തയ്യാറാണെന്നും സൈനിക വക്താവ് വ്യക്തമാക്കി. ഇറാൻ സമർപ്പിച്ച സമാധാന നിർദ്ദേശങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതിനു പിന്നാലെയാണ് ഇറാന്റെ മുന്നറിയിപ്പ്. US ഇറാൻ 2ാം വെടിനിർത്തൽ ധാരണയുടെ സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് മേഖലയിൽ വീണ്ടും അസ്ഥിരതയുണ്ടാകുന്നത്. ഇറാൻ ഭരണകൂടം ദുർബലമാണെന്ന് ട്രംപ് പരിഹസിച്ചിരുന്നു. ഇറാനിൽ തീരുമാനങ്ങളെടുക്കാൻ കെൽപ്പുള്ള ഭരണകൂടമില്ലെന്നും 3-4 ഗ്രൂപ്പുകൾ മാത്രമാണ് അധികാരം കൈയാളുന്നതെന്നും ട്രംപ് ആരോപിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ ഇറാന് ടോൾ നൽകുന്ന കമ്പനികൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൈനീസ് കമ്പനികളെ ലക്ഷ്യമിട്ടുള്ള നീക്കത്തിനെതിരെ ബീജിംഗ് ശക്തമായ പ്രതിഷേധവും രേഖപ്പെടുത്തി. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികൾക്കിടെ യൂറോപ്പിനെതിരെ സാമ്പത്തികമായി ഉപരോധം തീർക്കുകയാണ് ട്രംപ്. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള കാറുകൾക്കും ട്രക്കുകൾക്കും 25% അധിക തീരുവ ചുമത്താനാണ് നീക്കം. അടുത്തയാഴ്ച മുതൽ പുതിയ താരിഫ് പ്രാബല്യത്തിൽ വരുന്നതോടെ അന്താരാഷ്ട്ര വ്യാപാര രംഗം വലിയ പ്രതിസന്ധിയെയാകും അഭിമുഖീകരിക്കുക. US ഇറാൻ തർക്കം ആഗോള വിപണിയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുവരുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയും ആശങ്കയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. UAE വ്യോമപാത പൂർണ്ണമായും തുറന്നു. നിയന്ത്രണങ്ങളെല്ലാം നീക്കിയെന്നും എന്നാൽ സുരക്ഷാ മുൻകരുതലാണെന്ന നിലയിലുള്ള ശക്തമായ നിരീക്ഷണം തുടരുമെന്നും UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ഇറാൻ-ഇസ്രായേൽ US യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് UAE വ്യോമപാത ഭാഗികമായി അടച്ചത്. നിയന്ത്രണങ്ങൾ നീക്കിയതോടെ ഇന്ത്യൻ വിമാന കമ്പനികളുടെ സർവീസുകളും വൈകാതെ പുനരാരംഭിച്ചേക്കും. അതോടെ വിമാനയാത്രാ നിരക്കിനും കുറവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. എയർ ഇന്ത്യ വിമാന സർവീസുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. ജൂലൈ വരെ പ്രതിദിനം 100 അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ റദ്ദാക്കാനാണ് കമ്പനി തീരുമാനം. കുതിച്ചുയരുന്ന ഇന്ധനവിലയും പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്നുള്ള വ്യോമാതിർത്തി നിയന്ത്രണങ്ങളും കണക്കിലെടുത്താണ് തീരുമാനം. നിലവിൽ 1100 വിമാനങ്ങളാണ് എയർ ഇന്ത്യ പ്രതിദിനം സർവീസ് നടത്തുന്നത്. ഇതിൽ 10% സർവീസുകളാണ് വെട്ടിക്കുറയ്ക്കുന്നത്. വിമാന ഇന്ധനത്തിൻ്റെ വിലയിൽ ഏകദേശം 80% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. പ്രവർത്തന ചെലവിൻ്റെ 60% വരെ ഈ ഇന്ധനത്തിനായി ചിലവാകുന്നത് സർവീസുകളെ കനത്ത നഷ്ടത്തിലാക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ 34 മണിക്കൂർ ശേഷിക്കെ 3 മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് LDF-ഉം അധികാരത്തിൽ തിരികെ എത്തുമെന്ന് UDF-ഉം നിർണായക ശക്തിയായി മാറുമെന്ന
ഇന്ത്യയും കണക്കുകൂട്ടുകയാണ്. മറ്റന്നാൾ രാവിലെ 8 മണി മുതൽ 43 ഇടങ്ങളിലായി 140 മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. 1.5 മാസം നീണ്ടുനിന്ന പ്രചരണം, 24 ദിവസത്തെ കാത്തിരിപ്പ്, ശേഷം 140 നിയമസഭാ മണ്ഡലങ്ങളിലെ ഫലമറിയാൻ ഇനി 34 മണിക്കൂറുകളാണ് ശേഷിക്കുന്നത്. 43 ഇടങ്ങളിലായാണ് 140 മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നത്. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും. EVMകൾക്കായി 7 മുതൽ 14 വരെ മേശകൾ ക്രമീകരിക്കും. 8:15 ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. കണക്ക് കൂട്ടലുകളുടെയും എക്സിറ്റ് പോൾ ഫലങ്ങളുടെയും ബലത്തിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് UDF. 80 മുതൽ 85 സീറ്റുകൾ വരെ നേടി 10 വർഷത്തിനു ശേഷം അധികാരത്തിലെത്താമെന്നാണ് UDF പ്രതീക്ഷ. മുഖ്യമന്ത്രി ചർച്ചകൾക്ക് പുറമെ മന്ത്രിമാരുടെ ലിസ്റ്റുകളും ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ പട്ടികകൾ വരെ തയ്യാറാക്കി കഴിഞ്ഞു കോൺഗ്രസ്. അതേസമയം 75 സീറ്റുകൾ നേടി ഭരണ തുടർച്ചയെന്ന ആത്മവിശ്വാസത്തിലാണ് LDFും CPMും. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 3ാം പിണറായി സർക്കാർ എന്ന രീതിയിലാണ് ഇടതു നേതാക്കളുടെ പ്രതികരണം. 5 മുതൽ 7 സീറ്റുകൾ വരെ നേടി കേരള രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയാകുമെന്നാണ് NDAയുടെ വിലയിരുത്തൽ. മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ ഫലം കാണുമ്പോൾ ആര് വീഴും ആര് വാഴും എന്നാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വോട്ടെണ്ണൽ ദിവസം കോഴിക്കോട് ജില്ലയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തുമെന്ന് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. അതിർവിട്ട ആഘോഷങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തീരുമാനം. കോഴിക്കോട് ജില്ലയിൽ പടക്കം വിൽപ്പനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തുമെന്നും കളക്ടർ പറഞ്ഞു. സ്പെസിഫിക് ആയിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ ഇല്ല, ബട്ട് 144 വിൽ ബി ആപ്ലിക്കബിൾ ഫോർ എവറിവെയർ. ഒരു അൺനെസസറി അക്യുമുലേഷൻ ഓഫ് പീപ്പിൾ നമുക്കത് അലൗഡ് അല്ല. ഒരു പോലീസിൻ്റെ വേണ്ടി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് റൂമിൽ മാത്രമല്ല, മൊത്തം ആ ഏരിയയിൽ മൊത്തം ഡിസ്ട്രിക്ട്. അതേസമയം വോട്ടെണ്ണൽ ദിവസം കോഴിക്കോട് കർശന നിയന്ത്രണങ്ങളുമായി പോലീസ് രംഗത്തെത്തുന്നു. ആഹ്ലാദ പ്രകടനങ്ങൾക്ക് മുൻകൂർ അനുമതി തേടണമെന്നും DJ ഒഴിവാക്കണമെന്നും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ മെർൻ ജോസഫ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. രാത്രി 7 മണിക്ക് മുമ്പ് ആഹ്ലാദ പ്രകടനങ്ങൾ അവസാനിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പേരാമ്പ്ര കൊയിലാണ്ടി സ്ട്രോങ് റൂം തുറന്ന സംഭവത്തിൽ ചട്ടലംഘനമില്ല എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചതായി കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു. പതിവ് പരിശോധനയുടെ ഭാഗമായിട്ടാണ് കൊയിലാണ്ടി വരണാധികാരി സ്ട്രോങ് റൂമിനടുത്ത് പോയത്. പേരാമ്പ്ര കൊയിലാണ്ടി വരണാധികാരികളെ മാറ്റില്ല എന്നും കളക്ടർ അറിയിച്ചു. ഒരു പ്രോസസ്, ഒരു നിയമത്തിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട്, വേരിയേഷൻ ഉണ്ട്. വെദർ അവിടെ അകത്ത് വേണോ അകത്ത് വേണ്ട, അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയതായിട്ട് നിയമമാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് അറിയിക്കാം അടുത്ത ഇലക്ഷനിലേക്ക്, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്. ബട്ട് ആസ് ഓഫ് നൗ ദർ വാസ് നോ വയലേഷൻ ഇൻ ടേംസ് ഓഫ് സെറ്റിംഗ് അപ്പ് ഓഫ് എ മെറ്റീരിയൽ സ്ട്രോങ് റൂം നെക്സ്റ്റ് ടു ദ. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർക്ക് വിജയാശംസകൾ നേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാൽപ്പാറ മിനി ബസ് അപകടത്തിൽ മരിച്ചവരിൽ ഇൻഷുറൻസ് ഇല്ലാത്തവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. അടുത്ത മന്ത്രിസഭാ യോഗം മെയ് 5-ന് ചേരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റന്നാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗം ചേർന്നത്. ഇന്നു ചേർന്ന ഓൺലൈൻ യോഗത്തിൽ എല്ലാ മന്ത്രിമാരും പങ്കെടുത്തു. 2 പ്രധാന തീരുമാനങ്ങളാണ് യോഗം എടുത്തത്. വാൽപ്പാറ ദുരന്തത്തിൽ മരണമടഞ്ഞ ഇൻഷുറൻസ് ഇല്ലാത്ത 5 പേരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം നൽകും. സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദ് അലി, പാചകത്തൊഴിലാളി സാജിദ, റുഖിയ, ഷക്കീല, വിദ്യാർത്ഥിയായ മുഹമ്മദ് ഹിഷാം എന്നിവരുടെ ബന്ധുക്കൾക്കാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 10 ലക്ഷം രൂപ നൽകുന്നത്. അപകടത്തിൽ മരിച്ച അധ്യാപികമാരുടെ മക്കളായ മുഹമ്മദ് ഷഹാദിൻ, മസ്നീൻ, ഡ്രൈവർ മുഹമ്മദ് ഫാഹിസ് എന്നിവരുടെ ചികിത്സാ ചെലവും സർക്കാർ നൽകും. കൂടാതെ 12ാം ശമ്പള കമ്മീഷന്റെ സുഗമമായ പ്രവർത്തനത്തിന് 14 അധിക തസ്തികകൾ സൃഷ്ടിച്ചതിനും അവസാന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. യോഗശേഷം എല്ലാ മന്ത്രിമാർക്കും വിജയാശംസകൾ നേർന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത മന്ത്രിസഭാ യോഗം മെയ് 5-ന് ചേരുമെന്നും വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബംഗാളിൽ വോട്ടെണ്ണൽ മേൽനോട്ടത്തിന് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ മമതാ ബാനർജിക്ക് തിരിച്ചടി. ഹർജി സുപ്രീം കോടതി തള്ളി. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അതേസമയം ബംഗാളിൽ 2 മണ്ഡലങ്ങളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് പൂർത്തിയായി. പശ്ചിമ ബംഗാളിൽ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ വോട്ടെണ്ണൽ സൂപ്പർവൈസർമാരായി നിയമിച്ചതിനെതിരായ ഹർജിയിൽ കനത്ത തിരിച്ചടിയാണ് മമതാ ബാനർജി നേരിട്ടത്. തൃണമൂൽ കോൺഗ്രസിന്റെ ഹർജി പരിഗണിക്കാൻ പ്രത്യേക സിറ്റിംഗ് നടത്തിയ കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ചട്ടവിരുദ്ധമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹർജി തള്ളി. തൃണമൂലിന്റെ ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികളുടെ കൗണ്ടിംഗ് ഏജന്റുമാർ വോട്ടെണ്ണലിനായി ഓരോ ടേബിളിലും ഉണ്ടാകുമല്ലോ എന്നും സുപ്രീം കോടതി ചോദിച്ചു.
കേന്ദ്ര സർക്കാർ ജീവനക്കാർ തൃണമൂൽ കോൺഗ്രസിനെതിരെ പ്രവർത്തിക്കുമെന്ന വാദവും സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. അതേസമയം വോട്ടെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. 2 മണ്ഡലങ്ങളിലെ 15 ബൂത്തുകളിലെ റീപോളിംഗും പൂർത്തിയായി. സൗത്ത് 24 പർഗാനസിലെ മഗ്രഹത് പശ്ചിം നിയമസഭാ മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമായിരുന്നു റീപോളിംഗ്. ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിൽ വോട്ടിംഗ് മെഷീനിൽ BJP സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും ടേപ്പ് ഒട്ടിച്ച ബൂത്തുകളിലാണ് റീപോളിംഗ് നടന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതകത്തിൻ്റെ വില കുത്തനെ വർദ്ധിച്ചതോടെ ഹോട്ടൽ വ്യവസായ മേഖല കനത്ത പ്രതിസന്ധിയിലാണ്. പല ഹോട്ടലുകളും പൂട്ടൽ ഭീഷണിയിലാണ്. 6-ാം തീയതി ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാനാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ തീരുമാനം. ഇരുട്ടടി പോലെയാണ് പാചകവാതകത്തിന്റെ വില വർധന സർക്കാർ നടപ്പിലാക്കിയത്. ഒറ്റയടിക്ക് ഉയർത്തിയത് 993 രൂപ. ഈ 1000 രൂപ കൂടുക എന്ന് പറഞ്ഞാൽ ഈ 1000 രൂപ മാത്രമല്ല കൂട്ടിയിരിക്കുന്നത്. ഒരു 4 മാസത്തിനിടയിലായിട്ട് ഏകദേശം 1500 രൂപയോളം വർദ്ധിച്ചിരിക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യും? ഭക്ഷണ സാധനങ്ങളുടെ വില ഉയർത്തിയാലും പിടിച്ചു നിൽക്കാനാവില്ല എന്ന് ഇവർ പറഞ്ഞു വെക്കുന്നു. ഒരു ചായക്ക് 2-3 രൂപ കൂട്ടാം, മറ്റുള്ള ഐറ്റങ്ങൾക്ക് 5-6 രൂപ കൂട്ടാം. എന്നിരുന്നാൽ പോലും ഒരു ആവറേജ് ഒരു ഷോപ്പിൽ 2 സിലിണ്ടറെങ്കിലും വേണം. 2000-3000 രൂപ അധിക ചെലവ് വരികയാണ്. എൻ്റെ ഹോട്ടലിൽ പകുതി ഐറ്റങ്ങളില്ല, ചപ്പാത്തി പോലും ഇല്ല. കാര്യം ചപ്പാത്തി വേണമെങ്കിൽ ഡബിൾ ഗ്യാസ് വേണം, അങ്ങനെ മട്ടൺ വേണമെങ്കിൽ അതിന് ഡബിൾ. അതെല്ലാം ഞാൻ നിർത്തൽ ചെയ്തിരിക്കുകയാണ്. കുറച്ച് മെനുവിൽ പകുതിയോളം ഐറ്റങ്ങൾ ഉണ്ട്. വളരെ എളുപ്പമുള്ള ഐറ്റങ്ങൾ മാത്രമേ ഇപ്പം പാചകം ചെയ്ത് കിട്ടുന്നുള്ളൂ. കാര്യം അത്ര ബുദ്ധിമുട്ടാണ്. 2 സിലിണ്ടർ എടുക്കുകയാണെങ്കിൽ 6500-7000 രൂപ പോവുകയാണ്. ഞങ്ങളുടെ കച്ചവടത്തിന്റെ പകുതി ഭാഗം പോവുകയാണ്. പശ്ചിമേഷ്യ സംഘർഷം പാചകവാതക ലഭ്യതയെ വലിയ തോതിൽ ബാധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പ്രതിസന്ധി. ഈ ഇലക്ഷൻ കഴിയാൻ കാത്തിരുന്നത് പോലെ തന്നെയുള്ള തീരുമാനം ആ നിലയ്ക്ക് തന്നെ ഇതിനെ കാണേണ്ടതുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയാണ്. ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികൾ സ്വദേശത്തേക്ക് മടങ്ങിയതോടെ ജോലിക്കാരുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ട്. 6-ാം തീയതി കടയടച്ച് നടത്തുന്ന സൂചനാ സമരത്തിൽ അധികൃതർ അനുകൂല നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ മേഖലയിലുള്ളവർ. ക്യാമറാമാൻ ജോസിനൊപ്പം എബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി കാരണം രാജ്യത്ത് ഗ്യാസ് വില വർധന ഒഴിവാക്കാനാകാത്ത സാഹചര്യം ആണ് ഉണ്ടായതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. LPG മേഖല പകുതിയിലേറെയും ഇറക്കുമതിയാണ് ആശ്രയിക്കുന്നത്. കമ്പനികളും നഷ്ടം നേരിട്ടു. എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിലും ഗാർഹിക പാചകവാതകം, പെട്രോൾ, ഡീസൽ എന്നിവയുടെ വില പിടിച്ചു നിർത്താൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. We are with all difficulties, Modi government has maintained the price of the petrol, diesel and domestic LPG as it is, and even LNG, that is the natural. കനത്ത കാറ്റിലും മഴയിലും തൃശൂർ ഇരിങ്ങാലക്കുടയിൽ വ്യാപക നാശനഷ്ടം. കൂടൽ മാണിക്യം ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി നിർമ്മിച്ച പന്തൽ കാറ്റിൽ നിലം പതിച്ചു. സ്റ്റേജിനോട് ചേർന്ന് നിർമ്മിച്ച പന്തലാണ് പടിഞ്ഞാറെ ഊട്ടുപുരയ്ക്ക് സമീപം പറന്നുപോയത്. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലെ ജനൽ ചില്ലുകളും കാറ്റിനെ തുടർന്ന് തകർന്നു വീണു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ നിർണായക മൊഴി പുറത്ത്. ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം മറ്റ് ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചതായി പങ്കജ് ഭണ്ഡാരി SITക്ക് മൊഴി നൽകി. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ക്ഷേത്രങ്ങളിൽ SIT അന്വേഷണം ആരംഭിച്ചു. സ്വർണത്തിൻ്റെ ഉറവിടം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് SITയുടെ നീക്കം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി SITക്ക് നൽകിയ മൊഴിയാണ് ഇപ്പോൾ പുറത്തുവന്നത്. ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം മറ്റു ക്ഷേത്രങ്ങളുടെ നവീകരണത്തിന് ഉപയോഗിച്ചു എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. ഇതോടെ കേസിൽ മറ്റൊരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു. സ്മാർട്ട് ക്രിയേഷൻസ് കരാർ ഏറ്റെടുത്ത് നിർമ്മാണം നടത്തിയിട്ടുള്ള മറ്റു ക്ഷേത്രങ്ങളിലേക്കും അന്വേഷണം വ്യാപിച്ചു. തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലെ വിവിധ ക്ഷേത്രങ്ങളിൽ സ്വർണം പൂശുന്ന ജോലികൾ സ്മാർട്ട് ക്രിയേഷൻസ് ഏറ്റെടുത്തിരുന്നു. ശബരിമലയിലെ സ്വർണം ഈ ക്ഷേത്രങ്ങളിലെ കൊടിമരം പൂശാനും മറ്റ് നവീകരണ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിച്ചുവെന്നാണ് വെളിപ്പെടുത്തൽ. അതിനാൽ അന്യസംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ പരിശോധന നടത്തി സ്വർണത്തിന്റെ ഉറവിടം വ്യക്തമാക്കുന്ന റിപ്പോർട്ട് SIT കോടതിയിൽ സമർപ്പിക്കും. അതോടൊപ്പം മറ്റ് ക്ഷേത്രങ്ങളിലും ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നതും അന്വേഷണത്തിൽ കണ്ടെത്താനാകും.
പങ്കജ് ഭണ്ഡാരിയുടെ പുതിയ വെളിപ്പെടുത്തലിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനാണ് സാധ്യത. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അശ്രദ്ധമായി വാഹനങ്ങൾ ഓടിക്കുന്നതും റോഡുകളിൽ പെട്ടെന്ന് വാഹനങ്ങൾ തിരിക്കുന്നതുമാണ് UAE-യിലെ റോഡുകളിൽ കൂടുതൽ അപകടങ്ങൾക്ക് കാരണമെന്ന് ആഭ്യന്തര മന്ത്രാലയം. കഴിഞ്ഞ വർഷം രാജ്യത്താകെ 6014 റോഡ് അപകടങ്ങൾ ഉണ്ടായി. ഇതിൽ 1000-ലേറെ അപകടങ്ങളും വാഹനങ്ങൾ ഓട്ടത്തിനിടെ പെട്ടെന്ന് തിരിച്ചതുകൊണ്ടാണെന്ന് അധികൃതർ വെളിപ്പെടുത്തുന്നു. ഡ്രൈവറുടെ അശ്രദ്ധ കൊണ്ട് 947 അപകടങ്ങൾ ഉണ്ടായെന്നും കണക്കുകളിൽ സൂചിപ്പിക്കുന്നു. കാറുകൾ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെട്ടത്. നിരത്തുകളിൽ വാഹനങ്ങൾ തമ്മിൽ നിശ്ചിത അകലം പാലിക്കാത്തതുകൊണ്ട് 849 അപകടങ്ങളുണ്ടായി. റെഡ് സിഗ്നൽ മറികടന്നതും വേഗത മൂലവും 100-ലേറെ അപകടങ്ങളാണ് കഴിഞ്ഞ വർഷം UAE-യിൽ റിപ്പോർട്ട് ചെയ്തത്. ഹജ്ജിനെത്തുന്ന മലയാളി ഹജ്ജ് തീർത്ഥാടകർക്ക് ജിദ്ദ അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സേവനം നൽകി OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി. ലഘുഭക്ഷണവും പാനീയങ്ങളും നൽകി സ്വീകരിച്ചു. മിനയിലും അറഫയിലും നീണ്ട സമയം ചെലവഴിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഹാജിമാർക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഹോൾഡിംഗ് ചെയറുകളും വിതരണം ചെയ്തു. ഭാരവാഹികളായ അസീസ് ലാക്കൽ, UM ഹുസൈൻ മലപ്പുറം, കമാൽ കളപ്പാടൻ, അനീസ് തട്ടീക്കൽ, ഉസ്മാൻ മേലാറ്റൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുവൈറ്റിലെ ഫഹാഹിയിൽ മഖ്ബൂല പ്രദേശങ്ങളിൽ അനധികൃത തെരുവ് വ്യാപാരികൾക്കെതിരെ നടത്തിയ പരിശോധനയിൽ നിരവധി പേർ അറസ്റ്റിലായി. സുരക്ഷാ പരിശോധനയിലാണ് നിരവധി പേർ പിടിയിലായത്. ലൈസൻസ് ഇല്ലാതെ അനധികൃത സ്റ്റോളുകൾ സ്ഥാപിച്ച് വ്യാപാരം നടത്തിയവരെയാണ് പിടികൂടിയത്. പുകയില ഉൽപ്പന്നങ്ങൾ, പച്ചക്കറികൾ, വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, ഗൃഹോപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ സാധനങ്ങൾ അധികൃതർ പിടിച്ചെടുത്തു. അറസ്റ്റിലായവരെ നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ മുഴുവൻ പ്രദേശങ്ങളിലും ഇത്തരം പരിശോധനകൾ തുടരുമെന്നും നിയമലംഘനങ്ങൾക്കെതിരായ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. നഗരത്തിലുടനീളം ഗുൽമോഹർ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. നഗരഭാഗങ്ങൾ, പൊതു പാർക്കുകൾ, കമ്മ്യൂണിറ്റി മസ്ജിദുകൾ, പ്രധാന ജംഗ്ഷനുകൾ എന്നിവിടങ്ങളിൽ ഗുൽമോഹർ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കാനാണ് ദുബായ് മുനിസിപ്പാലിറ്റിക്ക് നിർദ്ദേശം നൽകിയത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് തീരുമാനമെന്ന് ഷെയ്ഖ് ഹംദാൻ അറിയിച്ചു. ഗുൽമോഹർ മരങ്ങൾ പോകുന്നതിൻ്റെ സീസൺ അടയാളപ്പെടുത്തുന്ന അനിമേഷൻ വീഡിയോയും അദ്ദേഹം പങ്കുവച്ചു. ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ആമാൻ രചിച്ച ദ ഡ്രീം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ജിദ്ദയിൽ നടന്ന ചടങ്ങിൽ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുത്തു. എമർജൻസി അലർട്ട് സംവിധാനം പരീക്ഷിച്ച ഇന്ത്യ. പ്രകൃതി ദുരന്തങ്ങളും അടിയന്തര സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് അതിവേഗം മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം കുറ്റമറ്റതാണെന്ന് ഉറപ്പിക്കലാണ് ലക്ഷ്യം. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും സംയുക്തമായാണ് ഈ പരീക്ഷണം നടത്തുന്നത്. സാധാരണ SMS-ൽ നിന്നും വ്യത്യസ്തമായി സെൽ ബ്രോഡ്കാസ്റ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതാണ് പുതിയ സംവിധാനം. രാജ്യത്ത് സജേത് അടിയന്തര മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ വന്നു. രാജ്യവ്യാപകമായി മൊബൈൽ ബ്രോഡ്കാസ്റ്റ് അലർട്ട് സിസ്റ്റം പരീക്ഷിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കോടിക്കണക്കിന് മൊബൈലുകളിൽ ഒരേ സമയം അലർട്ടുകൾ ലഭിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയും ചേർന്നാണ് പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ഓരോ ഫോൺ നമ്പറിലേക്കും സന്ദേശങ്ങൾ ഒന്നൊന്നായി അയക്കുന്നതിനു പകരം ടെലികോം ടവറുകൾക്ക് പ്രദേശത്തെ എല്ലാ ഫോണുകളിലേക്കും ഒരേ മുന്നറിയിപ്പ് സന്ദേശം കൈമാറാൻ കഴിയും. ഭൂകമ്പം, പ്രളയം, ചുഴലിക്കാറ്റുകൾ, മിന്നൽ, ഗ്യാസ് ചോർച്ച, മറ്റ് അപകടങ്ങൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഇത് വളരെ പ്രയോജനപ്പെടുന്നു. ഫോണിൽ സിം ഇല്ലെങ്കിലും സന്ദേശം ലഭിക്കും. ഉച്ചത്തിലുള്ള ശബ്ദത്തോടുകൂടിയാണ് പരീക്ഷണ സന്ദേശങ്ങൾ ലഭിക്കുക. ഇന്ന് നടത്തിയ പരീക്ഷണത്തിൽ ഇന്ത്യ തദ്ദേശീയമായി ദുരന്ത മുന്നറിയിപ്പ് സേവനം ആരംഭിച്ചതായും പൊതുജനങ്ങളിൽ നിന്നും യാതൊരു നടപടിയും ആവശ്യമില്ല എന്നും ഉപയോക്താക്കളെ അറിയിച്ചിട്ടുണ്ട്. പല ഫോണുകളിലും അലാറം മുഴങ്ങുകയും ഫോൺ സൈലന്റ് മോഡിലായിരുന്നിട്ടും സ്ക്രീനിൽ സന്ദേശം വ്യക്തമായി കാണുകയും ചെയ്തു. സാധാരണ SMS സന്ദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങളുടെ ഫോൺ സൈലന്റ് മോഡിലോ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിലോ ആണെങ്കിൽ പോലും ഈ മുന്നറിയിപ്പ് എത്തുമ്പോൾ ഫോൺ ഉച്ചത്തിൽ ശബ്ദിക്കുകയും സ്ക്രീനിൽ സന്ദേശം തെളിയുകയും ചെയ്യും. ഇംഗ്ലീഷിനു പുറമെ 19-ലേറെ ഇന്ത്യൻ ഭാഷകളിൽ ഈ സന്ദേശങ്ങൾ ലഭ്യമാണ്. വിവിധ ടെലികോം സേവനദാതാക്കളുടെ നെറ്റ്വർക്കുകൾ ഒരേ സമയം പരിശോധിച്ച് സിസ്റ്റത്തിന്റെ കാര്യക്ഷമത ഉറപ്പാക്കുകയാണ് ഇന്നത്തെ പരീക്ഷണത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
ഡൽഹിയിലെ മാതാമൃതാനന്ദമയി മഠത്തിൽ 31ാമത് ബ്രഹ്മസ്ഥാന വാർഷികം ആഘോഷിച്ചു. വിശേഷാൽ പൂജകളും ഭജനയിലും ഡൽഹി NCRലെ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. ഡൽഹി ആശ്രമം മഠാധിപതി ബ്രഹ്മചാരി മോക്ഷാമൃത ചൈതന്യം സ്വാമി വിജയാമൃതാനന്ദപുരിയും ചേർന്ന് ദീപം തെളിയിച്ചാണ് പൊതുപരിപാടി ആരംഭിച്ചത്. ാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഡൽഹിയിൽ ബ്രഹ്മസ്ഥാനം പ്രതിഷ്ഠിച്ചത്. തുടർന്ന് എല്ലാ വർഷവും ഭക്തിയുടെയും കാരുണ്യത്തിന്റെയും പ്രതീകമായി ബ്രഹ്മസ്ഥാന വാർഷികം ആഘോഷിച്ചു വരുന്നുണ്ട്. ഇത്തവണ 31ാമത് ബ്രഹ്മസ്ഥാന വാർഷികാഘോഷത്തിൽ വിശേഷാൽ പൂജയും ഭജനയും സാംസ്കാരിക പരിപാടികളും പ്രസാദ വിതരണവും നടന്നു. ഡൽഹി NCRലെ നൂറുകണക്കിന് ഭക്തരുടെ മനസ്സിൽ സമാധാനവും ഭക്തിയും നിറയ്ക്കുന്നതായിരുന്നു ചടങ്ങുകളെന്ന് സ്വാമി മോക്ഷാമൃത ചൈതന്യ പറഞ്ഞു. ആശ്രമം മുഴുവൻ മന്ത്രമുഖരിതമാക്കി ബ്രഹ്മചാരി ദേവാമൃത ചൈതന്യയുടെ കാർമ്മികത്വത്തിൽ ശനിപൂജ നടന്നു. ഫരീദാബാദ് അമൃത ഹോസ്പിറ്റൽസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ സ്വാമി നിജാമൃതാനന്ദപുരിയുടെ സത്സംഗം ചടങ്ങിന്റെ ആത്മീയ ആഴം കൂടുതൽ സമ്പന്നമാക്കി. അമൃത ഫരീദാബാദ് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തം ആഘോഷ പരിപാടികൾ കൂടുതൽ മനോഹരമാക്കി. ചടങ്ങുകളിൽ പങ്കെടുത്തവർക്കെല്ലാം തുളസിത്തൈകളും പ്രസാദവും വിതരണം ചെയ്തു. ഭജന പരമ്പരയോടെയാണ് 31ാമത് ബ്രഹ്മസ്ഥാന വാർഷികാഘോഷം സമാപിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കൊല്ലത്ത് പണം മോഷ്ടിച്ചു എന്നാരോപിച്ച് ബോർഡിംഗ് സ്കൂളിൽ 6ാം ക്ലാസ്സുകാരനെ തലകീഴായി കെട്ടിത്തൂക്കി മർദ്ദിക്കാൻ ശ്രമിച്ചെന്ന് പരാതി. പുനലൂരിലെ ലിവിംഗ് വാട്ടർ എന്ന സ്ഥാപനത്തിലെ പാചകക്കാരനും വാർഡനും എതിരെയാണ് പരാതി. സംഭവത്തിൽ ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ട് ASF സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തി. പുനലൂർ വെട്ടിത്തിട്ടയിലെ ലിവിംഗ് വാട്ടർ എന്ന സ്ഥാപനത്തിലെ പാചകക്കാരനായ ലൈജുവിന്റെ 500 രൂപ മോഷ്ടിച്ചതായി ആരോപിച്ചാണ് അവിടുത്തെ അന്തേവാസികളായ 3 കുട്ടികളെ ഇയാൾ ചോദ്യം ചെയ്തത്. ഒരു കുട്ടിയുടെ കാലിൽ കയർകെട്ടി തലകീഴായിട്ട് മർദ്ദിക്കാൻ ശ്രമിച്ചതാണ് പരാതി. സംഭവത്തിന് പിന്നാലെ വാർഡൻ കുട്ടിയെ രക്ഷിതാവിനൊപ്പം വീട്ടിൽ പറഞ്ഞുവിട്ടു. വീട്ടിലെത്തിയ കുട്ടിയാണ് സംഭവം രക്ഷിതാവിനോട് പറഞ്ഞത്. തുടർന്ന് പുനലൂർ പോലീസിൽ കുടുംബം പരാതി നൽകുകയായിരുന്നു. മകനെ കാലിൽ കയർകെട്ടി ഫാനിന്റെ ഹൂക്കിൽ തൂക്കിയിട്ടെന്നും ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുണ്ടെന്നും കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്ത് പറ്റിയാന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു, ചാച്ച ഹോസ്റ്റലിൽ ഒരു പ്രശ്നം നടന്നു, അവിടെ പാചകത്തിന് നിൽക്കുന്ന ഒരു ചേട്ടൻ്റെ 500 രൂപ മിസ്സായി, അത് എൻ്റെ ഇളയ മോനെ എടുത്തത്, ക്ലീറ്റസ് എന്നാണ് അവൻ്റെ പേര്, അവനെ എടുത്തതെന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളി ഒത്തിരി അയാളെ ഉപദ്രവിച്ചു. അവിടുന്ന് ഇവർ കിടക്കുന്ന റൂമിൽ കൊണ്ടുപോയിട്ട് കാലിൽ കയറ് കെട്ടി ഫാനിൻ്റെ ഹുക്കിനകത്തിട്ടിട്ട് തൂക്കി പകുതി മേളിൽ പിടിച്ചു നിർത്തിയിട്ട് അവനെ ഒത്തിരി അടിച്ചിട്ട് പറഞ്ഞു നീ സത്യം പറയാമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടില്ല. അവൻ കരഞ്ഞു പറഞ്ഞിട്ട് ഇവർ കേട്ടില്ല. പകുതിക്ക് കൊണ്ടുവന്ന് നേരെ കുഞ്ഞിനെ താഴ്ത്തിട്ടു. എന്നാൽ കുട്ടിയുടെ കാലിൽ പാചകക്കാരൻ കയർ കെട്ടുക മാത്രമാണ് ചെയ്തതെന്നും മർദ്ദിച്ചിട്ടില്ലെന്നും സ്ഥാപനം നടത്തിപ്പുകാരൻ പ്രിൻസ് പറഞ്ഞു. മദ്യപാനം മൂലം ഇയാളെ ജോലിയിൽ നിന്ന് നേരത്തെ ഒഴിവാക്കിയിരുന്നുവെന്നുമാണ് സംഭവത്തിൽ സ്ഥാപന നടത്തിപ്പുകാരുടെ വിശദീകരണം. ഈ പിള്ളേരെ വിളിച്ച് ഒരു കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവൻ്റെ 500 രൂപ കാണാതെ പോയെന്നും പറഞ്ഞ് അവരെ ചോദ്യം ചെയ്യുകയും വിരട്ടാൻ വേണ്ടി കാലെ കെട്ടി എന്നാണ് പറയുന്നത്. അപ്പം വൈകിട്ട് 6:45 ഈ കാര്യം സംഭവിച്ചെങ്കിലും പിള്ളേർ ഇതൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. അവിടുത്തെ സ്റ്റാഫിനോടോ എന്നോടോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വലിയ വിഷയമായിട്ട് അവിടെ സംഭവിക്കുകയോ പിള്ളേരെ കരച്ചിൽ കേൾക്കുകയോ ഒന്നും ചെയ്തില്ല. കൂടെയുള്ള പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ വിവരം അറിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ വിരട്ടിയെന്നാണ് ആ പിള്ളേർ പറയുന്നത്. പുനലൂർ പോലീസ് വാർഡനെയും പാചക തൊഴിലാളിയായ ലൈജുവിനെയും അറസ്റ്റ് ചെയ്തു. ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. പാവപ്പെട്ട കുട്ടികളെ പഠനത്തിനായി താമസിപ്പിക്കുന്ന ലിവിംഗ് വാട്ടർ ഒരു ചാരിറ്റി സ്ഥാപനമാണ്. ഇവർക്ക് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുണ്ട്. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ട് ASF പ്രവർത്തകർ ലിവിംഗ് വാട്ടർ എന്ന സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തി. അമൃത ന്യൂസ്, കൊല്ലം. കായിക വാർത്തകൾ നോക്കാം. 2026 വനിതാ T20 ലോകകപ്പിനുള്ള 15-അംഗ ഇന്ത്യൻ ടീമിനെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് കൗർ ടീമിൻ്റെ ക്യാപ്റ്റനായി തുടരും. സ്മൃതി മന്ദാനിയാണ് വൈസ് ക്യാപ്റ്റൻ. ജമീമ റോഡ്രിഗസ്, ഷഫാലി വർമ്മ, റിച്ച ഘോഷ് എന്നിവരുൾപ്പെടെ നിരവധി താരനിരയുണ്ട്. പരിക്ക് കാരണം ഒഴിവാക്കപ്പെട്ട പ്രമുഖരിൽ അമൻജോത് കൗറും ഉൾപ്പെടുന്നു. പകരക്കാരനായി ഭാരതി ഫുൽമാലിയെ മധ്യനിരയിൽ ഉൾപ്പെടുത്തി. ബാറ്റ്സ്മാൻ ഹർലീൻ ഡിയോൾ, സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ സ്നേഹ റാണ എന്നിവരും ടീമിൻ്റെ ഭാഗമായിട്ടില്ല. ജൂൺ 12 ഇംഗ്ലണ്ടിലാണ് മത്സരങ്ങൾ. ജൂൺ 14 പാകിസ്ഥാനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.